ജില്ലയിലെത്തിയ NDRF സംഘം കളക്ടറുമായി മഴക്കെടുതികൾ ചർച്ച ചെയ്തു. 30-അംഗ സംഘമാണ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നത്. വയനാട്ടിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം വയനാട്ടിലെത്തി. കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനം ആവശ്യം വന്നാൽ നേതൃത്വം കൊടുക്കാനാണ് NDRF സംഘം വയനാട്ടിലെത്തിയത്. ഇൻസ്പെക്ടർ ജനറൽ G. ഗോപിനാഥ് ഗ്രൂപ്പ് കമാൻഡർ ആയ 30-അംഗ സംഘമാണ് മീനങ്ങാടിയിൽ ക്യാമ്പ് ചെയ്യുന്നത്. NDRF സംഘം കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ DR മേഘശ്രീയുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും NDRFിനെ കൂടാതെ ഫയർഫോഴ്സും മറ്റ് സേനാ വിഭാഗങ്ങളും സേവന സന്നദ്ധരായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. NDRFിന്റെ 30 ആൾക്കാരുടെ ടീം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ടീം ഇവിടെ സജ്ജമാണ്. നമ്മളെ മോക്ക് ഡ്രിൽസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 251 ക്യാമ്പ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാമ്പ്സിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 30,000 ആൾക്കാർ താമസിക്കാനുള്ള സ്ഥലമാണ് ക്യാമ്പിലുള്ളത്. സോ കുറേ നേരത്തെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദുരന്തം അനുഭവിച്ച നാടായതുകൊണ്ട് നമ്മളും കൂടി വളരെ വിജിലൻ്റായിട്ടാണ് ഈ തവണ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്.